നമസ്കാരം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ചില കാര്യങ്ങളുടെ വില നാം മനസ്സിലാക്കുന്നത് അത് ഇല്ലാതാകുമ്പോഴാണ്. ഫാൻ നിൽക്കുമ്പോഴാണ് വൈദ്യുതിയുടെ വില അറിയുന്നത്. ടാപ്പിൽ വെള്ളം വരാതാകുമ്പോഴാണ് വെള്ളത്തിൻ്റെ വില അറിയുന്നത്. ചിലപ്പോൾ ഒരാളുടെ വില അവർ എന്നേക്കുമായി പോയി കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്നത്തെ ചെറിയ പാഠത്തിൽ എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങളുണ്ട്, ഒപ്പം കുറേ പശ്ചാത്തലങ്ങളും. ഒഴിഞ്ഞ കസേര കാണുമ്പോൾ മാത്രം അവിടെ ഇരുന്നിരുന്ന വ്യക്തിയുടെ വില തിരിച്ചറിയാൻ ഇടവരരുത്. മനുഷ്യബന്ധങ്ങളിൽ ഒരു വിചിത്രമായ വൈരുദ്ധ്യമുണ്ട്. അപരിചിതരോട് നമ്മൾ വളരെ മര്യാദയോടെ പെരുമാറും. എന്നാൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ആണ് നമ്മൾ പലപ്പോഴും ഏറ്റവും അശ്രദ്ധമായി പെരുമാറുന്നത്. വഴി പറഞ്ഞു തരുന്ന ഒരു അപരിചിതനോട് താങ്ക് യു സോ മച്ച് എന്ന് പറയും. ഭാര്യയോ ഭർത്താവോ കാറിൻ്റെ താക്കോൽ വെച്ച സ്ഥലം ഓർമ്മിപ്പിച്ചാൽ എനിക്കറിയാം എന്നാകും മറുപടി. എവിടെ പോയി ആ താങ്ക് യു? നിസ്സാര കാര്യങ്ങൾക്ക് കുറ്റം പറയും. ഉപദേശം കേൾക്കുമ്പോൾ അത് അനാവശ്യമായ ഇടപെടലാണെന്ന് തോന്നും. ശരിയാണെന്ന് നന്നായി അറിയാവുന്ന മുന്നറിയിപ്പുകൾ പോലും ചിരിച്ചു തള്ളും. വർഷങ്ങൾ കഴിഞ്ഞ് ആ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കാൻ എന്ത് കൊതിക്കും. ഉപാധികളില്ലാതെ കിട്ടിയ സ്നേഹമായതുകൊണ്ട് തന്നെ അതിൻ്റെ വില നമ്മൾ വേണ്ടത്ര അറിഞ്ഞില്ല. തിരിച്ചൊന്നും ആവശ്യപ്പെടാത്ത ആ സ്നേഹം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുമെന്ന് നാം കരുതി. ആ അടുപ്പം നമുക്കറിയാതെ അശ്രദ്ധയായി മാറിയിരുന്നു. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നാളെയും അവർ അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി. ഒരു ദിവസം അവർ ഇല്ലാതാകുന്നത് വരെ അതിപ്പോൾ എനിക്ക് കൂടുതൽ വ്യക്തമായി അറിയാം. കാരണം എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഇന്നും മിസ് ചെയ്യുന്നു. അവരോടൊപ്പം കുറച്ചുകൂടി സമയം ചിലവഴിക്കാമായിരുന്നില്ലേ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. 1980-കളിൽ കത്തുകളിലൂടെയായിരുന്നു പ്രധാന ബന്ധം കീപ്പ് ചെയ്തിരുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവരെ കാണാൻ കഴിഞ്ഞിരുന്നത്. നഷ്ടപ്പെട്ട ആ സമയം ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇപ്പോൾ 2026-ൽ എൻ്റെ മക്കളെ നോക്കുമ്പോൾ ഞാൻ ചെയ്തു തന്നെയാണ് അവരും ചെയ്യുന്നത്. ജോലി, സ്വന്തം കുട്ടികളെ വളർത്തൽ, അവരുടേതായ ജീവിതത്തിൻ്റെ തിരക്കുകളിലൂടെ ദൂരെ താമസിക്കുന്ന മകൻ മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യും. കൊച്ചുമക്കളുമായുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ അയച്ചു തരും. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് പരാതിയില്ല. അന്തരിച്ച ഡോക്ടർ ഡി ബാബു പോൾ ഒരിക്കൽ തൻ്റെ മകനോട് പറഞ്ഞ ഒരു കാര്യം പ്രസിദ്ധമാണ്. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട്. ഞങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ റിയർ വ്യൂ മിററിലൂടെ നോക്കുക. അത് മറ്റൊരു രീതിയിൽ ഞാനും മക്കളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ഞങ്ങൾ ഇല്ലാതാകുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ ഞാൻ മിസ് ചെയ്യുന്നത് പോലെ അവർ ഞങ്ങളെ മിസ് ചെയ്യുമോ? മാതാപിതാക്കളെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മക്കളിൽ കുറ്റബോധം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ജീവിതത്തിൽ എന്താണ് വിലപ്പെട്ടതെന്ന് അവർ സ്വയം തിരിച്ചറിയട്ടെ. ഒരു പക്ഷേ എല്ലാ തലമുറകളും ഈ പാഠം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പഠിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ളവരെ വിലമതിക്കുക. അപ്പോൾ നാളത്തെ ദുഃഖം കൃതാർത്ഥതയിൽ പൊതിഞ്ഞതാവും. മറ്റു ചില വേദനാജനകമായ അനുഭവങ്ങളിലൂടെയും ഞാൻ ഈ പാഠം പഠിച്ചിട്ടുണ്ട്. പ്രായമായ പല ബന്ധുക്കളെയും കാണാൻ പോകണമെന്ന് ചിന്തിച്ചപ്പോൾ ഇന്ന് നോക്കില്ലല്ലോ, പക്ഷെ നാളെ താമസിയാതെ തന്നെ പോകാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നീട് വന്നത് അവർ മരിച്ചുപോയെന്ന വാർത്തയാണ്. അല്പം അസൗകര്യമായി തോന്നിയ ആ സന്ദർശനം പിന്നീട് ഒരിക്കലും നടത്താൻ കഴിയാത്ത സന്ദർശനമായി വേദനയായി മാറിയപ്പോൾ പാശ്ചാത്തപിക്കുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും പലപ്പോഴും മാറ്റിവെക്കാറുണ്ട്. എന്ത് ചെയ്യാം? ചില ജീവിത പാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. പങ്കാളികൾ പരസ്പരം നന്ദിയും വിലമതിപ്പും പ്രകടിപ്പിക്കുന്ന ബന്ധങ്ങൾ സമ്മർദ്ദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോഴും കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യർ വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പതുക്കെ അകന്നു പോകാൻ അനുവദിച്ച ബന്ധങ്ങൾ, പറയാൻ സമയമുണ്ടായിരുന്നപ്പോൾ തുറന്നു പറയാതെ പോയ സ്നേഹം, തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർക്ക് ഞാൻ വേണ്ടത്ര സമയം നൽകിയിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഒരാളെ വിലമതിക്കുന്നത് നമ്മുടെ മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് അവർ അറിയുകയും വേണമല്ലോ. നിശ്ചയമായും കേൾക്കാൻ കഴിയുമ്പോൾ പറയുക. മരിച്ച ശേഷമുള്ള അനുസ്മരണ പ്രസംഗത്തിൽ മാത്രം പറയാനുള്ളതല്ല. നന്ദി, എനിക്ക് തെറ്റിപ്പോയെന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനമുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ പറ്റി പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ പറയുന്നതല്ലേ? സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖം തന്നെ മതിയായ വേദനയാണ്. അതിനോടൊപ്പം അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തുടങ്ങുന്ന വാക്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക കൂടെ ചേർക്കേണ്ട വരാതിരിക്കട്ടെ. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ,
കുറച്ചുകൂടി ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ, പറയാനുള്ളത് പറഞ്ഞിരുന്നെങ്കിൽ, അന്നൊന്ന് പോയി കണ്ടിരുന്നെങ്കിൽ, പിണക്കം തീർത്തിരുന്നെങ്കിൽ, ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ നേരത്തെ ചെയ്താൽ ആ ദുഃഖത്തോടൊപ്പം വരുന്ന പാശ്ചാത്താപങ്ങളെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. ഒരാൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നത് ചെറിയ കാര്യങ്ങളായിരിക്കാം. പ്രായമായ മാതാപിതാക്കളുടെ അരികിൽ കുറച്ചു നേരം ഇരിക്കുക, സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ ഒന്ന് വിളിക്കുക, ജീവിത പങ്കാളിയോടൊപ്പം ഒരു ചായ കുടിക്കുക, ഒരു കാലത്ത് അടുത്ത സുഹൃത്തായിരുന്ന ഒരാളെ വീണ്ടും ബന്ധപ്പെടുക. പിന്നെ ഒരിക്കൽ അങ്ങനെ ചെയ്തതിനെ നിങ്ങൾ കൃതാർത്ഥതയോടെ ഓർത്ത് പുഞ്ചിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നാളെ ഈ വ്യക്തിയുടെ കസേര ഒഴിഞ്ഞു കിടക്കുമെങ്കിൽ ഇന്ന് ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മനസ്സിൽ വരുന്ന ഉത്തരം എന്തായാലും അത് ഇന്ന് ചെയ്യുന്നതായിരിക്കാം നല്ലത്. പറയാനുള്ള വാക്കുകൾ പറയാം, ചെലവഴിക്കാനുള്ള സമയം ചെലവഴിക്കാം, കൊടുക്കാനുള്ള പൂക്കൾ കൊടുക്കാം, കരുതലുകൾ കാണിക്കാം. അവർക്കത് സ്വീകരിക്കാനും നമ്മെ നോക്കി പുഞ്ചിരിക്കാനും കഴിയുമ്പോൾ തന്നെ അതാണ് തക്ക സമയത്തുള്ള സ്നേഹം. നന്ദി, നമസ്കാരം.